Mid-Martial Research Institute of Karate Do Self-Defense Part 6 സെൻസായി അബ്ദുറഹ്മാൻ അവതരിപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ട് എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഓൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ പുതിയ പ്രോഗ്രാമുകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 31 എപ്പിസോഡ് പിന്നിടുന്ന ഈ ചാനലിൽ നമ്മുടെ ആരോഗ്യം കരാട്ടയിലൂടെ എന്ന ക്യാപ്ഷനാണ് നിർവഹിച്ചിരിക്കുന്നത്. മെഡ് മാർഷൽ ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഒന്നുകൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ 25 സ്വയരക്ഷാ മുറകൾ അഥവാ സെൽഫ് ഡിഫൻസിന്റെ ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സാധാരണ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ, ആ അക്രമത്തിൽ നിന്നും എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് സെൻസായി അബ്ദുറഹ്മാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള ചെറിയ ടെക്നിക്കുകളാണ് ഈ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ബേസിക്കുകൾ മാത്രമാണ്. സ്ഥിരമായ ഒരു അധ്യാപകന്റെ കീഴിലുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആരെയും ആക്രമിക്കുക എന്നതല്ല, അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. മെഡ് മാർഷൽ ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഒന്നുകൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്യാച്ച് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അതില് ഒപ്പോണന്റ് വ്യത്യസ്ത ആളുകൾ, ഹൈറ്റുള്ള ആളും ഹൈറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് ക്യാച്ച് ചെയ്തല്ല നമ്മളെ പിടിക്കാൻ വന്നാൽ എങ്ങനെ ഏത് രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാകാം. കാരണം ഹൈറ്റുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞ, ഇവിടെ കാണിച്ചത് എന്നെക്കാളും ഹൈറ്റുള്ള അല്ലെങ്കിൽ എന്റെ അത്ര ഹൈറ്റുള്ള ഒരാളായിരുന്നു പിടിച്ചത്. ചിലപ്പോൾ എന്നെക്കാളും ഹൈറ്റുള്ള ആളോ എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞ ആളോ പിടിച്ചാൽ എങ്ങനെ അതിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് ഒരേ സാധനം തന്നെ നമുക്ക് മെത്തേഡ് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡിൽ എന്നെക്കാൾ ഹൈറ്റ് കുറഞ്ഞ ആള്, എന്നാലും നമ്മുടെ മെഡ് മാർഷൽ ഇതിന്റെ ഒരു സീനിയർ സ്റ്റുഡന്റ് ബ്ലാക്ക് ബെൽറ്റ് കൂടിയായ ജാസർ ഹുസൈനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഓപ്പോണന്റ് ആയിരുന്നു നോക്കിയത്. അതിനുമുമ്പ് ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം നിലയ്ക്ക് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ കമന്റ്സുകൾ, ലൈക്കുകൾ ഇതിനൊക്കെ ഉണ്ടാകണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ നിങ്ങൾ ഓൾ ക്ലിക്ക് ചെയ്താൽ അത് ഞങ്ങളുടെ പുതിയ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. അപ്പോൾ ഇതിൽ ഒരാളെ ക്യാച്ച് ചെയ്താൽ എങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാന്നുള്ള രീതി നമ്മൾ കഴിഞ്ഞ ടെക്നിക്കുകളിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ടെക്നിക്കൽ പഠിപ്പിച്ചു. ഇനി ഇപ്രാവശ്യം ഉള്ളത് നമ്മൾ ഒരാളെ ക്യാച്ച് ചെയ്തു, അതായത് കൈ അടക്കം കൂട്ടിയാണ്. കാരണം നേരത്തെ കൈ വെളിയിലായിരുന്നു, അപ്പൊ നമുക്ക് കൈ കൊണ്ട് എന്ത് വേണോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇതിപ്പോ കൈ ഫുള്ള് ക്യാച്ച് ചെയ്തു, പിടുത്തമാണ്. ഈ പിടുത്തത്തിലും അമർന്നു പോയാൽ ശ്വാസനാളം നമുക്ക് അവരും ലെൻസ് കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം വിട്ട് ബോധം പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇത് പെട്ടെന്ന് രക്ഷപ്പെടണം. അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിന് നമ്മുടെ ഈ ബോഡി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടാക്കിയാൽ, അഥവാ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ അയാളുടെ ഗ്രോയിങ് കിട്ടി ഈ കൈയിന്റെ ബേക്ക് ഭാഗം കൊണ്ട് അടിക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം. ഇവിടെ നിന്ന് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഒഴിയുക, ഈ കൈ ഒന്നിന് ചുരുട്ടി പിടിക്കുക. ഒന്നുകൂടെ ഇവിടെ നിന്ന് ചുരുട്ടി പിടിച്ച് അടിക്കുക, അല്ലെങ്കിൽ കൈ നിവർത്തി ഈ അടി അടിച്ചാൽ അയാൾ സ്വാഭാവികമായി ഒന്നുകൂടെ നോക്കാം സ്പീഡില്. ഈ രീതിയിൽ നമുക്കത് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി ഇതില് ചെയ്യാനുള്ള ഒരാളെ പിടിച്ചാൽ ഇപ്പൊ ചെയ്തു, ഒന്നെങ്ങനെ നേരെ മാറി ഗ്രോയിങ്ങിലേക്ക് അടിച്ചാൽ അത് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി രണ്ടാമത്തത് ഒരാളെ ക്യാച്ച് ചെയ്തു, ഈ ചെയ്ത് നമ്മൾ നോക്കി ഇവിടെ നിന്ന് മാറിയാണ് അത് ചെയ്തത്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ കൈ ജസ്റ്റ് സപ്പോർട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ കൈ നേരെ നമുക്ക് തന്നെ പൊക്കിയാണ്. ഇത് ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയാണ്. ആ പൊക്കുമ്പോൾ ചിലപ്പോൾ ഈ പൊങ്ങുന്നതനുസരിച്ച് താടിയിലേക്ക് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് പൊങ്ങുന്നതോടൊപ്പം നേരെ ഈ കൈ സപ്പോർട്ട് നേരെ വരിക. ഇവിടെ നിന്ന് അത് ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഒരു കാലം മുമ്പോട്ട് ഇങ്ങനെ വെക്കുക. അപ്പൊ ആള് കഴിഞ്ഞു നേരെ ഇവിടെ വെക്കുക, പോവാം. ഈ കൈ ഇവിടേക്ക് വരണം, അഥവാ ഇവിടെ നിന്ന് കച്ചി ഇവിടെ നിന്ന് നേരെ വന്നു, കൈ ഇതിനകത്തൂടെ വന്ന് പൊക്കി. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊങ്ങുമ്പോൾ കൈ പൊങ്ങും, ഈ പൊങ്ങുന്നതനുസരിച്ച് താടി വെച്ചാൽ നാക്ക് അറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെയ്യുമ്പോൾ മുമ്പോട്ട് പെട്ടെന്ന് സഡൻ ചെയ്യണം. നേരെ വരുമ്പോൾ ഇത് ചെയ്താൽ അടുത്ത് അറ്റാക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ രക്ഷപ്പെടാം. ഒന്നുകൂടെ നോക്കാം. സ്പീഡിൽ പിടിച്ചു,
ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എക്സ്ട്രാ വേറൊന്നുള്ളത് അതേപോലെ തന്നെ പിടിച്ചാൽ പിടിച്ചു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അപ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ജോദാനൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടായാൽ നമ്മൾ പിടിക്കുന്ന ആൾ ഇത് ലെഞ്ച് അമർത്താതെ ചെയ്യുക. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ ഈ ഗ്യാപ്പ് കിട്ടും. ഇതിനകത്തൂടെ കൈ കയറ്റി എൽബോ നേരെ ബാക്കിലേക്ക് എൽബോ കൊടുത്താൽ ആൾ സ്വാഭാവികമായും വിടാൻ ചാൻസ് ഉണ്ട്. അഥവാ നിൽക്കുന്ന ഒരാളുടെ പോയിന്റ് ഇവിടെയൊക്കെ പോയിന്റ്സ് മർമ്മങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു മർമ്മമുണ്ട്, ഇവിടെയുണ്ട് ഈ കയ്യിൽ ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഇവിടെ ഈ ഭാഗത്തേക്കാണ് നമ്മുടെ എൽബോ. ഈ ഭാഗം ഇതാണ്. അഥവാ നമ്മൾ ഇങ്ങനെ നിന്നാൽ കാണാൻ സാധിക്കും. ഇവിടെ വന്നിട്ട് ഈ ഒരു എല്ല് ഈ ഭാഗം ഇത് നമ്മൾ നേരെ എടുത്താൽ ഇവിടെ കറക്റ്റ് കൊള്ളും, അല്ലെങ്കിൽ ഈ സെന്ററിൽ കൊണ്ടാൽ ആള് വിടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നുകൂടെ നമ്മൾ നോക്കാം. ഇപ്പൊ ചെയ്യുമ്പോൾ പിടിച്ചാൽ ഇവിടെ നിന്ന് കറങ്ങി ഇത്തിരി ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിനടക്കി ഈ കൈ കയറ്റി അടുത്ത് ഈ കൈ നേരെ ബാക്കിലേക്ക് പോവാൻ ആള് സ്വാഭാവികമായും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന്റെ മസിലില് നമ്മൾ പിടിക്കുന്ന സമയത്തുള്ള അടി ഇവിടെയാണ് ഇപ്പൊ കൊള്ളുന്നത്. ഇന്നലെ ക്യാച്ച് ചെയ്തു. ഇവിടുന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടുന്ന് പിടിച്ചു, കൈ സെന്ററിലേക്ക് അഥവാ ടൈറ്റ് ചെയ്താണ് പിടിച്ചത്. മുമ്പോട്ട് പോകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് കയറ്റുക. ഇവിടെ നിന്ന് ഈ സെന്ററിലാണ് ഇവിടെ അടിക്കുകയും ചെയ്യും. അതോടൊപ്പം ഇത് കാരണം പവറിൽ ചെയ്താൽ ആള് സ്വാഭാവികമായും ആ പിടി വിടും എന്നുള്ള കാര്യം. അപ്പൊ ഇനി ഈ ക്യാച്ച് ഒരാൾ ഇങ്ങനെയാണ് പിടിച്ചത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് പിടിച്ചു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു. ഇപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ കൂടുതലും ലേഡീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. അവരൊക്കെ നല്ല ഹീലുള്ള ചപ്പലാണ് എന്തായാലും ഇട്ടേക്കുക. അപ്പൊ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചു, അല്ലെങ്കിൽ കൈയോട് കൂട്ടി പിടിച്ചു, കൈയോട് ചേർത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നേരെ കാല് ഹീല് പൊക്കുക, ഈ പറയുന്ന കാല് ചവിട്ടുക, തിരിക്കുക. അത് ആൾ നല്ല പെയിൻ ഉണ്ടാവും. അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓടി രക്ഷപ്പെടാൻ സാധിക്കും. ഒന്നുകൂടെ നോക്കാം. ഇവിടുന്ന് പിടിച്ചാൽ കാല് ഉയർത്തി ചവിട്ടി, ആ ചവിട്ടുന്നതിനനുസരിച്ച് തിരിച്ചാൽ ആള് പോകും. അപ്പൊ നമുക്ക് ചവിട്ടി അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോകാം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരാളെ ഡിഫിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പിടിക്കാൻ അവസരം കൊടുക്കാൻ പാടില്ല. ആ സമയത്ത് അറ്റാക്ക് ചെയ്ത് മാറുക എന്നല്ലാതെ ഒരിക്കലും കയ്യിൽ പെട്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെറിയ ടിക്കുകൾ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ പെടാതിരിക്കാനുള്ള ശ്രമിക്കുക. ഇനി വീണ്ടും ഇതേപോലെ ഒരാളെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ നോക്കി നേരത്തെ പറഞ്ഞതുപോലെ തിരിഞ്ഞു, ഗ്രോയിങ്ങിൽ ചെയ്തു, അതിന് പറ്റിയിട്ടില്ല. അതേപോലെ കാലുകൊണ്ട് ചവിട്ട് നോക്കി, അതിനും പറ്റുന്നില്ല. ഇത് നോക്കി, അപ്പോൾ ആ സമയത്ത് പിടിച്ചു, നല്ല ടൈറ്റിലാണ്, ഇതും പറ്റിയത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ രണ്ട് കൈയും ഫുൾ ബാക്കിലേക്ക് വരിക്കുന്നത് നേരെ മുമ്പോട്ട് വരിക. ഇത്രയും വന്നു. ഈ കൈ രണ്ടും ബാക്കിലേക്ക് പുഷ്. ഇത്രയും നല്ല ടൈറ്റ് ചെയ്ത് പുഷ് ചെയ്താൽ ആള് സ്വാഭാവികമായും അത് പിന്നെ നേരെ ബാക്കിലേക്ക് വെച്ചാൽ നിങ്ങൾ നോക്കാം. ഇവിടെ നിന്ന് നോക്കിക്കോളും. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോകുന്നതും കൈ രണ്ടും ബാക്കിലേക്ക് വരും. വയ്യെ വലിക്കുന്ന സമയത്ത് ആള് സ്വാഭാവികം ബാക്കിലേക്ക് പോകും. ഇവിടെ നോക്കാം. പിടിച്ചു, ആ രീതി. അപ്പോ ഈ രീതിയിൽ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ സാധിക്കും. അത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അറ്റാക്കാണ്. ഉടനെ അറ്റാക്ക് ചെയ്ത് അത് കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മൾ ആക്രമിക്കുന്നവരെയും ആക്രമിക്കപ്പെട്ടവരെയും സഹായിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞൊരു വചനമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളെയും നമ്മെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ പാടില്ല. അഥവാ ആരെങ്കിലും ആക്രമിച്ചാൽ അതിൽ നമുക്ക് സ്വയരക്ഷയുടെ ഭാഗമായി രക്ഷപ്പെടാനുള്ള സ്വയരക്ഷാ മുറകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എതിരെ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ആക്രമണം അതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ അവസ്ഥയാണ്. അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് വീണ്ടും നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ വിമർശനമായും പ്രോത്സാഹനമായും നമുക്കിത് കിട്ടേണ്ടത് നമ്മുടെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതെല്ലാം വേണം. അതിപ്പോൾ എന്തെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താനും നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്യാം. കത്തി കൊണ്ട് വെപ്പൻസ് ഉപയോഗിച്ച് ചെയ്താൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതൊക്കെ ചോദ്യമായി വരുന്നുണ്ട്. അത് വരും എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുവരെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക, കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം റെക്കോർഡായ ഇതില് എന്തേ ഈ രീതിയിലേക്ക് ഉണ്ടാ
ഈ രീതിയിലേക്ക് ഉണ്ടാ എന്തെന്ന് ശരിയാക്കി നേരത്തെ റെക്കോർഡായ ഇതില് ഈ രീതിയിലേക്ക് ഉണ്ടാ